അന്ന് രാത്രി ഒരു നമ്മളൊരിക്കലും പ്രതീക്ഷിക്കണില്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യണില്ല. നോർമലി നമ്മൾ അങ്ങാടി പോയി ഫ്രണ്ട്സിനൊക്കെ കണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്കാണ് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ആ റോഡ് എം ടി ആയിരുന്നു. പെട്ടെന്ന് ഇന്നോവ വന്ന് ഫ്രണ്ടിലോട്ട് ഇട്ട് പെട്ടെന്ന് ഒരു എനിക്കൊണ്ട് 1-1.5 മിനിറ്റാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരുപാട് ശബ്ദം വെക്കുന്നുണ്ട് ആൾക്കാരെ അറിയാനും ആൾക്കാർ വരാൻ വേണ്ടി. പക്ഷേ ഒരു 1-1.5 മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്ത് പിന്നെ ജസ്റ്റ് അവർ വണ്ടി റൂട്ടിനെടുത്തിട്ട് മഞ്ചേരി വഴിയാണ് എന്ത് ചെയ്യുന്നത്, മഞ്ചേരി കൊട്ടക്കൽ ആ വഴിയാണ് എന്ത് ചെയ്യുന്നത് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചാവക്കാട് എത്തി. ചാവക്കാട് അന്ന് രാത്രി ചാവക്കാട് എത്തിയിട്ട് അവർ വണ്ടി ചേഞ്ച് ചെയ്ത് എന്നിട്ട് അന്ന് ബീച്ചിൽ നിന്ന് പിറ്റേന്ന് പുലർച്ചെ എന്ത് ചെയ്തു അവിടെ നിന്ന് നേരെ കൊല്ലം അഞ്ചല സൈഡിലോട്ടാണ് പോയത്. മർദ്ദന ബാധിച്ചിട്ടുണ്ട്. അടിച്ചിട്ടുണ്ട്. ഇല്ലല്ല, ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ല, കാരണം അവർക്ക് ഒരു പിന്നെ 1-2 കാര്യങ്ങൾ ആ ഒരു ജസ്റ്റ് കേസ് വിഡ്രോ ചെയ്യണം എന്നായിരുന്നു. പിന്നെ ദുബായിലുള്ള ആ കേസ് വിഡ്രോ ചെയ്യണമെന്നില്ലായിരുന്നു. പിന്നെ അവർക്കൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. സംഘത്തിൽ വേറെ ആരെയും ഞാൻ അറിയില്ല. ഹംഷീറിന് അവിടെ നമ്മളൊരു 2022 അവിടുന്ന് കുറച്ചൊരു മിസ്ബിഹേവിയറിൻ്റെ പിന്നെ ജസ്റ്റ് പുറത്ത് ടെർമിനേറ്റ് ചെയ്ത സ്റ്റാഫാണ്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു പിന്നെ ജസ്റ്റ് മെയിലിൽ ഇപ്പോൾ കാണിച്ചത് സംഭവത്തിൽ. അതിൻ്റെ ആ റീസണും കാര്യങ്ങളൊക്കെ പിന്നെ ജൂലൈ 1, 2022 ഈ റീസണിൻ്റെ പുറത്താണ് അവനെ നമ്മൾ എന്ത് ചെയ്യുന്നത് ടെർമിനേറ്റ് ചെയ്ത് അന്നൊക്കെ അവൻ അവിടെ നിന്ന് കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ അതിൻ്റെ ഒരു ദേഷ്യം ഭാഗ്യമുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്തൊരു 5-6 ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ജോയിൻ ആയിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു സംശയമുള്ള സമയത്ത്. ഫൈനാൻഷ്യലി ഇല്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഈ റെസ്റ്റോറൻറ്റിൽ ഓൾറെഡി നമുക്ക് ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഓൾമോസ്റ്റ് ഒരു 2 CR ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് 2 CR ജഡ്ജ്മെൻറ്റ് 2022 മുതൽ നമുക്കതിൻ്റെ ഒരു കണക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഒന്ന് അവർ പറഞ്ഞത്. പിന്നെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞൊരു പിന്നെ ഡിമാൻഡ് അതായിരുന്നു, ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഇവർക്കൊരു എമൗണ്ട് ഒരു എന്ത് ചെയ്യണം, നമ്മളെ പിന്നെ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിലും പറഞ്ഞു. അതിൽ ഒരു പിന്നെ 2 ഫാർമസിയിൽ നമുക്കൊരു പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു, 2 പേര്. അപ്പോൾ അവർക്കും പിന്നെ അവർ പിന്നെ ലീഗലി അതിൽ ഡോക്യുമെൻ്റിൽ അതിലുണ്ട്, പാർട്ട്ണറുണ്ട്. നമ്മളതൊരിക്കലും അവരെ ജസ്റ്റ് ഒഴിവാക്കിയതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്ക് ഇത്ര എമൗണ്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ആ ഷെയർ നമ്മൾ എടുക്കാത്തടത്തോളം കാലം നമ്മൾ അതിന് റെസ്പോൺസിബിൾ അല്ലല്ലോ. അത് അവരെ പേര് കിടക്കണം, അവരുടെ സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു പിന്നെ ഒന്നാമത് അതിൽ ഞാൻ മാത്രമല്ല, വേറെ 4 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായിട്ട് അതിലെന്ത് ചെയ്യാൻ പറ്റില്ല, തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ. അവിടുന്ന് അംഷീറിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ്. കാരണം അംഷീർ ഇവരുടെയൊക്കെ ഈ പേരെടുത്ത് പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. പഴയ പാർട്ട്നേഴ്സ് തന്നെ നമ്മളിപ്പോൾ ഏകദേശം 60-65 ഫാർമസി ഉണ്ട്. അതിൽ ഒരു പിന്നെ 2-3 ഫാർമസിയിൽ മാത്രമാണ് ഇവരായിട്ട് ഒരു ചെറിയ കണക്ഷൻ ഉണ്ടായിരുന്നത്. അതെ, കോടതിയിൽ നിന്ന് ഏകദേശം ഒരു ഇവിടുത്തെ ഒരു 2 CR അടുത്ത് നമുക്ക് തരണമെന്ന് പറഞ്ഞ ആൾക്കാർ അതിപ്പോഴും അവിടെ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ ട്രാവൽ ബാൻ ഉണ്ട്. അവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 പേര്, അതിൽ ട്രാവൽ ബാനുള്ള ഒരാൾക്കാണ്, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ആൾക്കാണ്. നമുക്ക് അംഷീറിനോട് സംസാരിച്ചപ്പോൾ അംഷീർ നമ്മൾ ത്രെറ്റ് ചെയ്തോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉണ്ടായിരുന്നു അതിൻ്റെ കുറേ ത്രെട്ടും അല്ലെങ്കിൽ കുറേ ജസ്റ്റ് വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് കുറച്ച് ത്രെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനൊരു അവന് ആക്ച്വലി ഗ്രാറ്റുവിറ്റി പിന്നെ ലീസാറെ നമ്മൾ എന്തുണ്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അത് അവനോട് അവിടെ ഓഫീസിൽ വന്ന് അവനോടത് കളക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യൂല എന്ന് പറഞ്ഞതാണ്. അതിൻ്റെ പിന്നെ ഒരു വോയിസ് വേണമെങ്കിൽ ഇതിലുണ്ട്. പിന്നെ അവൻ പറഞ്ഞ അവൻ്റെ പിന്നെ ജസ്റ്റ് വീട്ടിലെത്തിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പിന്നെ നോർമലി ഇങ്ങനത്തെ ഒരു അലിഗേഷനിൽ പിന്നെ പുറത്താക്കുമ്പോൾ അവരവിടെ വന്ന് എക്സ്പ്ലനേഷൻ തന്നിട്ടാണ് അത് ചെയ്യേണ്ടത്, സെറ്റിൽ ചെയ്യണം. പക്ഷെ അവനൊരിക്കലും പിന്നെ ഓഫീസിൽ പറ്റിയ മറ്റുള്ള കാര്യങ്ങളോ എന്തില്ല ഉണ്ടായിട്ടില്ല. ഇല്ലല്ല, നമ്മൾ കേരളം പോലത്തെ നാട്ടിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ ജസ്റ്റ് ഉണ്ടാവുന്നില്ല, ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം അത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം നമ്മളൊരു 8-10-12 ആൾക്കാരുടെ ഇടയിലാവുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇവരങ്ങനെ. കാരണം
ഇപ്പം നമ്മളറിയാത്ത ആൾക്കാരാണ്. പക്ഷെ അവർ നമ്മളോട് പെരുമാറിയതൊക്കെ ഒരു പിന്നെ 90% വളരെ നല്ല രീതിയിലാണ്. ഇങ്ങനത്തെ ഒരു ടോക്ക് വരുമ്പോൾ മാത്രമാണ് കുറച്ച് ഇതായിട്ടുള്ളത് ബാക്കി നല്ല രീതിയിലാണ് നമുക്ക് പെരുമാറി ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ചാവക്കാട്ടിൽ നിന്ന് വണ്ടി മാറിയിട്ട് അവിടെ നിന്ന് പുലർച്ചെ 5:30 പിന്നെ ഒരു 5:30-6 മണിക്ക് എടുക്കുന്നത്. പിന്നെ നേരെ അങ്ങോട്ട് വിട്ടില്ല, വണ്ടി അവിടെ നിർത്തിയിട്ടില്ല. ഏകദേശം ചേർത്തിലെത്തിയിട്ടാണ് വണ്ടി നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ചേർത്തിലാണ് തോന്നുന്നു കേട്ടോ, വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇല്ല, വണ്ടി തന്നെ. പക്ഷെ അവരങ്ങനെ പിന്നെ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായത് ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നല്ല ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് തന്നെ സംസാരിച്ചിട്ട് മറ്റുള്ള കാര്യം ചെയ്തിട്ടില്ല. ഏത് ഇറക്കി വിട്ടിട്ടൊന്നുമില്ലല്ലോ, അത് ജസ്റ്റ് പോലീസ് വന്നിട്ട് നമ്മളെന്ത് ചെയ്താണ്, നമ്മളെ ഇതാക്കി എടുത്ത് തന്നെയാണ്. അവരെ വന്ന് അത് പെട്ടെന്നൊരു പിന്നെ 10 സെക്കൻഡാണ്, പെട്ടെന്ന് അവർ വന്ന് ഡോർ തുറന്ന് ഇവരെ പെട്ടെന്ന് ജസ്റ്റ് പിടിച്ച് കയ്യാമ വെച്ച് ഒരു നല്ലൊരു ഓപ്പറേഷനായിരുന്നു. വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് ചെയ്തൊരു ഓപ്പറേഷനായിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് അന്നത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ തേനിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞു. വളരെ വളരെ അടിപൊളിയായിട്ട് പോലീസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പോലീസിനോട് എത്ര നന്ദി പറഞ്ഞാലും പറഞ്ഞില്ല, എൻ്റെ നാട്ടുകാരോടും മീഡിയക്കാരോടും.